പല്ലല്ലേ അതിന് ട്രീറ്റ് ചെയ്യണോ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന പേഷ്യൻസ് ഉണ്ട് കുട്ടികളെ പല്ലിൻ്റെ കാര്യത്തിൽ. ഐ ആം ഡോക്ടർ ഷംന, ജനറൽ ഡെന്റിസ്റ്റ് വർക്കിംഗ് ഇൻ ദുബായ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് യുവർ ക്യാവിറ്റീസ് ഇൻ യുവർ കിഡ്സ്. എങ്ങനെയാണല്ലേ, നമ്മൾ പലപ്പോഴും ചെറിയ കുട്ടികളെ പല്ലുവേദന വരുമ്പോൾ അത് ഇളകി പോകുന്നതല്ലേ, അത് കുറച്ച് കഴിഞ്ഞ് പോകുമല്ലോ, പിന്നെ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് കളയുന്നതെന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇളകി പോകുന്ന പല്ലല്ലേ അയച്ചിട്ട് ഒരു 7 years ഓൾഡായ കിഡിൻ്റെ പല്ല് നമ്മൾ അവോയ്ഡ് ചെയ്താൽ അത് ഷെഡ് ആവാൻ, അതായത് അത് കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു 9 to 11 years കൊഴിഞ്ഞു പോകുക. അപ്പോൾ ഇനിയും 2 years നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയം വരെ ആ കുട്ടിക്ക് പല്ലുവേദന ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലാർജ് ആവും, ഡീപ്പറാവും, പിന്നെ നമുക്കത് കുട്ടികളെ റൂട്ട് കനാലിലെത്തും ട്രീറ്റ്മെൻറ്റ്. സോ ആ സമയത്ത് ചെയ്തിരുന്ന ഒരു ഫില്ലിങ്ങിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഡീപ്പറായിട്ട് പോയിട്ട് വേരിലൊക്കെ ഇൻഫെക്ഷൻ വന്ന് നെർവിലെത്തി നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥ വരും. കുട്ടികളെ റൂട്ട് കനാൽ അല്ലെങ്കിൽ പൾപ്പോട്ടമി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബേബി ടൂത്ത് ക്യാവിറ്റി സ്പ്രെഡ് ഫാസ്റ്റ്. അതായത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ക്യാവിറ്റീസ് ഒരു ടൂത്തിൽ നിന്ന് അടുത്ത ടൂത്തിലേക്ക് സ്പ്രെഡ് ആവുന്നത് വളരെ വേഗമായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ക്യാവിറ്റി കണ്ടാൽ അത് ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ക്യാവിറ്റീസ് സ്പ്രെഡ് ആവണം നിൽക്കണ്ട, പല്ലങ്ങോട്ട് എടുത്ത് കളയാന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ പല്ല് എടുത്ത് കളഞ്ഞാൽ കുട്ടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് മാത്രമല്ല പല്ല് മൂവ് ചെയ്യാൻ തുടങ്ങും അടുത്തുള്ള ആ സ്പേസിലേക്ക്. സോ നമ്മൾ അതിന് നോർമലി ചെയ്യുന്നത് സ്പേസ് മെയിൻ്റനറൊക്കെ വെക്കേണ്ടി വരും. അത് ടോട്ടലി എക്സ്പെൻസീവും ആവും. അത് മാത്രമല്ല ഈ സ്പേസ് മെയിൻ്റനറൊന്ന് വെക്കാൻ വന്നാൽ ടൂത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഭാവിയിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ബേബി ടൂത്ത് എഫക്റ്റ് ആയത്, അതിന് താഴെ വരുന്ന അഡൽട്ട് ടൂത്തിലേക്ക് കൂടുതലായിട്ട് ബേബി ടൂത്ത് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് താഴെയുള്ള അഡൽട്ട് ടൂത്തിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ട് നമുക്ക് വരുന്ന നല്ല പല്ലുകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും പല്ല് ഡീക്കേ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അല്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു 12 year ആയിട്ടുള്ള ഗേൾ ഓർ ബോയ് ആണ്, അവർ പല്ല് കേടായി, നമുക്കത് ഇളകി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇളകാനുള്ള ടൈം ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കൊരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും താഴെ പല്ല് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് കേട്ടോ. സോ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിൽ ക്യാവിറ്റീസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. ഇറ്റ്സ് എ ഓപ്ഷണൽ, ബിക്കോസ് അതുവരെ നമുക്ക് അത് പല്ലിൻ്റെ ആവശ്യമുണ്ട്. എത്രത്തോളം ഒരു കുട്ടിക്ക് പല്ല് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാകുന്നത് നമ്മൾ അഡൽറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ പല്ലുകൾ, അതുപോലെ തന്നെ കുട്ടിക്കും പല്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് ബേബി ടൂത്ത്.